ഹായ്, പ്രസന്ന ടിപ്സിലേക്ക് സ്വാഗതം. അപ്പോഴിതാ ഇത് കണ്ടോ, എനിക്ക് ഒരു ചാക്ക് വളമാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. ₹1 ചിലവില്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വളമാണ് കരിയില കമ്പോസ്റ്റ്. അതിപ്പോഴും എല്ലാവർക്കും അറിയാം, എങ്കിൽ പോലും ഞാൻ ഉണ്ടാക്കുന്ന രീതികൾ ഞാൻ മറ്റൊരു വീഡിയോയിൽ തീർച്ചയായിട്ടും ഇടുന്നതായിരിക്കും കേട്ടോ. ഞാൻ എങ്ങനെയാണ് കരിയില കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോഴിതാകുമ്പം വലിയ ചട്ടിക്കകത്തായാലും ശരി തന്നെ നമ്മുടെ ഈ വളവും ഇച്ചിരി കരിയില കമ്പോസ്റ്റും ഇച്ചിരി ചാണകപ്പൊടിയും മാത്രം മതി കേട്ടോ. നമ്മുടെ ചെടികൾ ഏത് തന്നെയായാലും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും. അപ്പോൾ ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കൂടെ അതിൻ്റെ കൂടെ ചേർക്കാമെങ്കിൽ മറ്റ് കീടങ്ങളൊന്നും ഇതിനകത്ത് ഉണ്ടാവത്തുമില്ല കേട്ടോ. അപ്പോഴത് നിങ്ങൾ മറക്കണ്ട. ഇത് 3 കൂട്ടവും ചേർത്തിട്ട് വെച്ചാൽ മതി. ഏത് തന്നെ ചെടിയായാലും നല്ല രീതിയിൽ വളർന്നു വരികയും ചെയ്യും കേട്ടോ. അപ്പോഴിതാ ഇത് കണ്ടോ, ഞാൻ പൊന്നാങ്കണ്ണി ചീര നടാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പോൾ ഈ കരിയില കമ്പോസ്റ്റ് മാത്രമേ ഞാൻ ചേർക്കുന്നുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ചീര ആയതുകൊണ്ട് അധികം വളമൊന്നും വേണ്ട. പിന്നെ ചാണകപ്പൊടിയും ഒക്കെ ചേർക്കാം. കരിയില കമ്പോസ്റ്റിൻ്റെ കൂടെ ചാണകപ്പൊടി ഇച്ചിരി വേപ്പിൻ പിണ്ണാക്കും ചേർക്കാം. അപ്പോഴിത് ഞാൻ പൊന്നാങ്കണ്ണി ചീരയാണ് നടാൻ പോകുന്നത്. ഒരു ഇച്ചിരി പച്ചിലയോ പോച്ചയോ എന്തെങ്കിലും പിച്ചി അതിൻ്റെ ചുവട്ടിലോട്ട് വെച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഇച്ചിരി കരിയില കമ്പോസ്റ്റ് ഇട്ടാൽ മതി കേട്ടോ. അപ്പോഴിതാ എൻ്റെ പൊന്നാങ്കണ്ണി ചീര നല്ല വളമെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഈ ചാക്കിനകത്ത് ഞാൻ ഈ കരിയില കമ്പോസ്റ്റും ചാണകവും മാത്രമേ ഇട്ടിട്ടുള്ളായിരുന്നു. അപ്പോഴേ ഇലയൊക്കെ അങ്ങ് നല്ല കരുത്തോടെ വന്നിട്ട് അതിൻ്റെ കളറൊക്കെ പോയി. കാരണം എന്ന് വെച്ചാൽ അത് വെയിലത്തല്ല ഇരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിന് നല്ല പച്ച കളറായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നല്ല വെയിലത്തൊക്കെ വെക്കാമെങ്കിൽ ഇച്ചിരിയുടെ ചുവപ്പ് കളറും നല്ല ഇച്ചിരിയുടെ കൊച്ചിലയായിട്ട് വരികയും ചെയ്യും. അപ്പോഴിത് നല്ല ശരിക്ക് വളവ് കൊണ്ട് വെയിലത്തുമല്ല ഇരിക്കാത്തത് കൊണ്ടാണ് ഇതിങ്ങനെ ഇരിക്കുന്നത് കേട്ടോ. അപ്പോഴേ പൊന്നാങ്കണ്ണി ചീര നമ്മൾ ഇത്രയും ഒരു കമ്പ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ ഒരു 5-6 ഇല മാത്രം മതി, നല്ല രീതിയിൽ കിളിച്ച് വരികയും ചെയ്യും. അപ്പോൾ നമുക്ക് ഒരു മാസത്തിൽ നമുക്ക് ഒരു വെട്ടമെങ്കിലും തീർച്ചയായിട്ടും ഇങ്ങനെയൊന്ന് നട്ടുകൊടുത്താൽ മതി. ഇഷ്ടം പോലെ പൊന്നാങ്കണ്ണി ചീരയും കിട്ടും, നമുക്ക് ഇഷ്ടം പോലെ കൂട്ടാൻ വെക്കാനുള്ള ചീരയും കിട്ടും കേട്ടോ. അപ്പോഴാരും മറക്കണ്ട, ഇങ്ങനെയുള്ള ചട്ടികളൊക്കെ ഉണ്ടല്ലോ, കുപ്പികളൊക്കെ എടുത്ത് കളയാതിരിക്കുക. ചട്ടികളും പൊട്ടിയതും ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചീരകൾ നടാൻ പറ്റും. നടാൻ പറ്റുന്നില്ല, നമുക്ക് ഇതിനകത്തുനിന്ന് വിളവെടുത്ത് നല്ല രീതിയിൽ നമുക്ക് കൂട്ടാൻ വെക്കാം. ഞാൻ ഇതിനകത്തൊക്കെ ചീര നട്ടിരുന്നതായിരുന്നു കേട്ടോ, ചുവപ്പ് ചീര നട്ടിരുന്നതായിരുന്നു. അതിൻ്റെ എല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ് ഇപ്പം മഴയല്ലയോ, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് പൊന്നാങ്കണ്ണി ചീര നടാമെന്ന്. അപ്പോഴിതാ ഇത് കണ്ടോ, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കണേ കേട്ടോ. ഇത് എലിയെ ഒട്ടിക്കാൻ വേണ്ടിയാണ് ഞാനിങ്ങനെ ഈ കവറൊക്കെ ഇങ്ങനെ വെച്ചിരിക്കുന്നത്. ഇങ്ങനെയുള്ള കവറുകളൊന്നും കളയണ്ട, ഇങ്ങനെ എലി ഇങ്ങനെ വരത്തില്ല. ചട്ടിക്കകത്ത് ഉള്ള ശല്യം, എലിയെ കൊണ്ടുള്ള ശല്യം ഒഴിവായി കിട്ടും കേട്ടോ. ഇങ്ങനെയൊക്കെ ഒന്ന് വെച്ച് നോക്കണം. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്.